ജാഹിലിയ്യത്തിന്റെ ദഅവാത്തുകൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദുആഉ ബിദഅവൽ ജാഹിലിയ്യ വിശദീകരിച്ചു. അദ്ദുആഉ ബിദഅവൽ ജാഹിലിയ്യ എന്ന് പറഞ്ഞാൽ കദ്ദുആഇ ഇലൽ ഖബാഇലി വൽ അസബിയ്യ, ജാഹിലിയ്യത്തിന്റെ വാദഗതികൾ എന്ന് പറഞ്ഞാൽ എന്റെ ഗോത്രം, ആ ഗോത്രത്തിലേക്ക്, ആ ഗോത്രത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ക്ഷണിക്കുകയും ചെയ്യാം. എന്റെ ഗോത്രം എന്താണോ ചെയ്തത് അത് ശരിയാണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ, രണ്ടാണെങ്കിലും ഞാൻ അതിനെ കണ്ണടച്ച് പിന്തുണക്കുക. അതാണ് ഒരു കവി പറഞ്ഞത്. ഞാൻ ഹുദയ്യക്കാരനാണ്. ഹുദയ്യ ഗോത്രത്തിന് അവർ വഴി തെറ്റിയാൽ ഗവൈതു, ഞാൻ അതുപോലെ കൂടെ വഴി തെറ്റും. നന്നാക്കണ്ട, അതിനെതിരിൽ പോകാൻ ഞാൻ കിട്ടൂല, ഗോത്രത്തിന്റെ ഒപ്പം നിൽക്കും. വൈൻ തെർശുദ് ഹുദയ്യത്തു അർശുദി, ഹുദയ്യ ഗോത്രക്കാർ സന്മാർഗത്തിലാണെങ്കിൽ ഞാനും അവരുടെ കൂട്ടത്തിൽ സന്മാർഗത്തിലാകും. അവരൊപ്പം, അവര് തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും ഓരൊപ്പം. അന്ധമായ ഗോത്രപക്ഷപാതിത്വം, അൽ അസബിയ്യത്തുൽ ഖബലിയ്യ, അൽ അസബിയ്യത്തുൽ ജാഹിലിയ്യ, ഇത് എന്നും ഗോത്രങ്ങളിൽ അങ്ങനെയാണ്. എന്റെ ആങ്ങളെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ, എന്റെ ആങ്ങളെ പറഞ്ഞാൽ മതി, അതാണ്. അല്ലാതെ ഹക്കല്ല. ഗോത്രത്തിന് വേണ്ടിയുള്ള കടുത്ത പക്ഷപാതിത്വങ്ങൾ ഇത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലനിന്നതാണ്. അവർ പറഞ്ഞത് ഇത് ജാഹിലിയ്യത്തിലെ ഒരു വലിയ പ്രമാണവാക്യമായിരുന്നു. നിന്റെ സഹോദരൻ, അവനെ നീ സഹായിക്കണം. വാലിമാണ്, അക്രമമാണെങ്കിൽ, ഓൻ ഗുണ്ടായുസത്തിന് പോകുകയാണെങ്കിൽ ഗുണ്ടായുസത്തിന് അവനെ സഹായിക്കണം. മദ്ലൂമൻ, അവൻ എന്നിട്ട് അടികൊള്ളുകയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ സഹായിക്കണം. നിന്റെ ഗോത്രക്കാരനാണോ അവരെ കണ്ണും ചിമ്പി സഹായിക്കണം എന്നതാണ് ജാഹിലിയ്യത്തിന്റെ പ്രമാണവാക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്യം തിരുത്തി പറഞ്ഞു. ഇതേ വചനം തന്നെ എടുത്തു ധരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, അതെങ്ങനെ ശരിയാവും നബിയെ? അപ്പൊ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു, നിന്റെ സഹോദരൻ വാലിമാണെങ്കിൽ അവനെ നീ സഹായിക്കേണ്ടത് മുൽമ ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തടുത്ത് അവന്റെ കൈ പിടിക്കണം. അതാണ് അവനെ സഹായിക്കുന്ന സഹായം. മദ്ലൂമാണെങ്കിൽ അവന്റെ മുൽമ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നീ സഹായിക്കണം. അതിന്റെ മഅന അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഇസ്ലാമിന്റെ വചനമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് ഈ കവി പറഞ്ഞിടത്താണ് പല ആൾക്കാരും സലഫിയ്യത്തൊക്കെ പറയും, അഹ്ലുസുന്നത്തൊക്കെയാണെന്ന് പറയും. പക്ഷേ ഹഖിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ ഒരു ഉരസല് വന്നാൽ അവർക്ക് ആങ്ങളെ പറഞ്ഞതായിരിക്കും വലുത്. ആങ്ങളെ പറഞ്ഞാൽ കഴിഞ്ഞ്. ഇതാണ് അദ്ദുആഉ ബിദഅവൽ ജാഹിലിയ്യ, അത്തഅസ്സുബുൽ ഖബലി, ഗോത്രപക്ഷപാതിത്വം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയുള്ള പക്ഷപാതിത്വങ്ങളിൽ പെട്ടതാണ് അത്തഅസ്സുബു ഇലൽ മദാഹിബ്, മദ്ഹബുകൾക്ക് വേണ്ടി മദ്ഹബുകൾക്ക് വേണ്ടി മദ്ഹബി പക്ഷപാതിത്വം കാണിക്കും. ഇടക്കാലത്ത് മുസ്ലിമീങ്ങൾ 4ഉം 5ഉമൊക്കെ മദ്ഹബുകളായിട്ട് വേർതിരിഞ്ഞു. ഹനഫി, ഹംബലി, മാലിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ മദ്ഹബുകാരും അവരുടെ മദ്ഹബ് എന്താണോ പറഞ്ഞത് അതിന്റെ അപ്പുറമുള്ളത് ശരിയല്ല, ഇവര് പറഞ്ഞത് എന്താണെങ്കിലും ശരി. അത് ആ പക്ഷപാതിത്വത്തിന്റെ ഭാഗമാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് ഓരോ വിഭാഗങ്ങൾ ആ വിഭാഗത്തിന് വേണ്ടി പക്ഷപാതിത്വം കാണിക്കുന്നത്, സംഘടനാ പക്ഷപാതിത്വം പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ ചില പ്രത്യേക ശൈഖന്മാർക്ക് വേണ്ടിയിട്ട് പക്ഷപാതിത്വം കാണിക്കും. അതിൽപ്പെട്ടതാണ് യഹ്യൽ ഹജൂരിക്ക് വേണ്ടി ആധുനിക കാലത്ത് ചില ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷപാതിത്വം. വളരെ അപകടകരമായിട്ടുള്ള ചില ഉസൂലുകൾ, തെറ്റായ ഉസൂലുകൾ അദ്ദേഹം ജന്നത്ത് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള തഖ്ദീസ്, താൻ പരിശുദ്ധനാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ അപ്പുറം വേറെ ആരുമില്ല. അദ്ദേഹം പറയുന്ന എല്ലാ ബാത്തിലിനെയും വലാലത്തിനെയും വിദേഹത്തിനെയും പിന്തുണക്കാൻ ആളുകളെ കിട്ടി. അത് ശൈഖന്മാർക്ക് വേണ്ടിയുള്ള തഅസ്സുബിൽപ്പെട്ടതാണ്.
അങ്ങനെ തന്നെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത ഇങ്ങനെ ഇൽമിന്റെയോ തഖ്വയുടെയോ അല്ലാത്ത ഗോത്രത്തിന്റെയോ അല്ലെങ്കിൽ തായിഫത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പരിഗണന വെച്ചു കൊടുത്തുകൊണ്ട് ചിലരെ മുന്തിക്കുന്ന പ്രവണത. യുവാലി അലൈഹി വയുആദി, അതിന്റെ അടിസ്ഥാനത്തിൽ വലാഉ ബറാഉകൾ അവർ നിശ്ചയിക്കുന്നു. എന്താ വലാഉ ബറാഇന്റെ അടിസ്ഥാനം? ഒന്നുകിൽ ഗോത്രം. എന്താ വലാഉ ബറാഇന്റെ അടിസ്ഥാനം? അല്ലെങ്കിൽ മദ്ഹബ്. വലാഉ ബറാഇന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സംഘടനാ കക്ഷി, അല്ലെങ്കിൽ വലാഉ ബറാഇന്റെ അടിസ്ഥാനം പ്രത്യേക ശൈഖന്മാര് അല്ലെങ്കിൽ പ്രത്യേക കേന്ദ്രങ്ങള്. വലാഉ ബറാഇന്റെ അടിസ്ഥാനം അൽ ഹഖ്, ഹഖ് മാത്രമായിരിക്കും. ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വഹയ്യ. അള്ളാന്റെ വഹയ്യ എവിടെ കിട്ടുക? അത് ഫീ കിതാബിഹി വഫീ സുന്നത്തി റസൂലിഹി. അതാരെങ്കിലും ദുർവ്യാഖ്യാനിച്ച് നമ്മളെ പറ്റിക്കാതിരിക്കാൻ അലാ ഫഹ്മി സ്വഹാബ. ഇതല്ലാത്ത മറ്റൊന്നിന്റെ പേരിലും വലാഉ ബറാഅ അഹദ് ചെയ്യാൻ പാടില്ലാത്തതാണ്. മറിച്ച് നമ്മൾ ബന്ധം കാണിക്കുന്നതും ബന്ധവിച്ഛേദം നടത്തുന്നതും മറ്റു പരിഗണനയിലാണെങ്കിൽ അത് തെറ്റാണ്. അത് ദഅ്വ ബിദഅ്വൽ ജാഹിലിയ്യ, ജാഹിലിയ്യ ചിന്താഗതിയിലേക്കുള്ള ക്ഷണമാണ്. ഫകുല്ലു ഹാദാ മിൻ ദഅ്വൽ ജാഹിലിയ്യ, ഇതെല്ലാം ജാഹിലിയ്യത്തിന്റെ പക്ഷപാതിത്വത്തിൽപ്പെട്ടതാണ്, ജാഹിലിയ്യത്തിന്റെ വാദഗതിയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ കാര്യം ഈ ഹദീസിൽ പറഞ്ഞു. അപ്പോ ഇതിലെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ തർജുമത്തുൽ ബാബ് ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. വദഅ ബിദഅ്വൽ ജാഹിലിയ്യ ഹദീസിന്റെ പൂർത്തീകരണവുമാണ്.